പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. നമ്മളിന്ന് 10ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ തേൻ എന്ന പാഠഭാഗത്തിൻ്റെ പഠന പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ തേൻ എന്ന പാഠഭാഗം നമ്മൾ പഠിച്ചതാണ്. ക്ലാസ് എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ ചോദ്യം, തേൻ എന്ന സിനിമയിലെ പ്രമേയം, കഥാപാത്രങ്ങൾ എന്നിവ കണ്ടെത്തി അവതരിപ്പിക്കുക. തേൻ എന്ന തുർക്കിഷ് സിനിമയിൽ യൂസഫ് എന്ന ബാലൻ്റെ വീക്ഷണകോണിലൂടെയാണ് നഷ്ടത്തിൻ്റെയും പ്രകൃതിയുടെയും തീവ്രമായ ചിത്രീകരണം നമുക്ക് കാണാൻ കഴിയുന്നത്. തുർക്കിയിലെ ഒരു ഗ്രാമപ്രദേശത്തെ പശ്ചാത്തലത്തിൽ തൻ്റെ പിതാവിൻ്റെ അപ്രത്യക്ഷതയെ അനുഭവിച്ചുകൊണ്ട് കഴിയുന്ന ഒരു കുഞ്ഞിൻ്റെ മനസ്സിൻ്റെ സഞ്ചാരമാണ് ഈ സിനിമ പറയുന്നത്. ചിത്രത്തിൻ്റെ പ്രധാന കഥാപാത്രങ്ങളാണ് യൂസഫ്, അവൻ്റെ അച്ഛൻ യാക്കൂബ്, അമ്മ സെഹറ എന്നിവർ. യൂസഫ് 6 വയസ്സുള്ള ലജ്ജാശീലനും അന്തർമുഖനുമായ കുട്ടിയാണ്. വാക്കുകൾ വളരെ കുറവായി ഉപയോഗിക്കുന്ന ഈ കുട്ടിയുടെ ഉള്ളിലെ വികാരങ്ങളും അച്ഛനോടുള്ള ആത്മബന്ധവുമാണ് സിനിമയിലെ മുഖ്യ കഥാവസ്ഥ. അവൻ്റെ ഉള്ളിലെ ഭയങ്ങളും പ്രതീക്ഷകളും നമുക്ക് ദൃശ്യങ്ങൾ മുഖേന മനസ്സിലാക്കാൻ സാധിക്കുന്നു. യാക്കൂബ്, യൂസഫിൻ്റെ അച്ഛനാണ് യാക്കൂബ്. തുർക്കിയുടെ കിഴക്കൻ അതിർത്തിയിലെ വനപ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് അയാൾ. വലിയ മരങ്ങളിലെ ചില്ലകളിൽ കയറി തേൻ കൂടുകൾ സ്ഥാപിക്കുകയും അതിൽ നിന്നുള്ള തേൻ ശേഖരിച്ചാണ് കുടുംബം പോറ്റിയിരുന്നത്. ഈ ജോലി അപകട സാധ്യതകൾ നിറഞ്ഞതായിരുന്നു. എന്നിരുന്നാലും അവൻ തൻ്റെ മകനു വേണ്ടിയുള്ള ശക്തിയുടെയും മാതൃകയുടെയും ഉദാഹരണമായിരുന്നു. സെഹറ, യൂസഫിൻ്റെ അമ്മ, വളരെ ശാന്തവും സഹനശീലവുമുള്ള വ്യക്തിയാണ്. ഭർത്താവിൻ്റെ തിരോധാനത്തിനു ശേഷമുള്ള കുടുംബജീവിതത്തിലെ സ്നേഹവും ശാന്തതയും കരുതലുമാണ് കുട്ടിയെയും വീടിനെയും ഒരുമിച്ച് നിർത്തുന്നത്. അച്ഛൻ പോയതിനു ശേഷം ഭക്ഷണം കഴിക്കാൻ മടി കാണിക്കുന്ന യൂസഫിനെ സ്നേഹപൂർവ്വം ശാസിക്കുന്ന അമ്മ. യാക്കൂബ് മടങ്ങി വരുമെന്ന പ്രതീക്ഷയിൽ പാചകശാലയിൽ പലഹാരങ്ങൾ ഒരുക്കുന്നു. കോഴിക്കൂട്ടിൽ നിന്ന് മുട്ടകൾ എടുക്കുന്നത് യൂസഫാണ്. അതിൻ്റെ ഭാഗമായി അമ്മയെ സഹായിക്കുന്നതിലൂടെ അവൻ്റെ സ്നേഹവും പ്രതീക്ഷയും പ്രകടമാകുന്നു. യാക്കൂബിനെ കുറിച്ച് ഒരു തരത്തിലുള്ള വിവരവും ലഭിക്കാതാകുന്നതോടെ അമ്മ മൗനത്തിലേക്ക് മാറുന്നു. യൂസഫ് തൻ്റെ അമ്മയുടെ മനസ്സ് ഉൾക്കൊള്ളുന്നുണ്ട്. ആ മൂകമായ ദുഃഖത്തിൽ കുഞ്ഞും അമ്മയും ബന്ധപ്പെടുന്നു. സിനിമയുടെ പശ്ചാത്തലം തുർക്കിയിലെ കരിങ്കടൽ മേഖലയാണെന്ന് വ്യക്തമാകുന്നു. ഇടതൂർന്ന കാടുകളും മലകളും പരമ്പരാഗതമായ ഗ്രാമജീവിതവും ചേർന്നതാണ് ഈ ലോകം. പ്രകൃതിയുടെ സൗന്ദര്യവും അതിലെ ദുരിതങ്ങളും ചേർന്നതാണ് ഈ ചിത്രം. കാട് സിനിമയിലെ പ്രധാന ഘടകമാണ്. അതൊരു വിസ്മയപൂരിതമായ ലോകം പോലെ പ്രവർത്തിക്കുന്നു. യൂസഫ് കാട്ടിലൂടെ ഒറ്റക്ക് നടക്കുന്ന രംഗം അതിയായ ആഴമുള്ളതും തീവ്രവുമാണ്. കരിങ്കടൽ പ്രദേശത്തെ മലകളും കാടുകളും ഈ കുട്ടിയുടെ ഒറ്റപ്പെട്ട മനസ്സിൻ്റെ പ്രതീകങ്ങളായി മാറുന്നു. ഈ സ്ഥലം അതിൻ്റെ നിസ്സംഗതയാണ്. ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ളതായും അപകടഭരിതമായതായും കാണപ്പെടുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ യൂസഫിൻ്റെ ഒറ്റപ്പെടലും ആശങ്കകളും ആഴത്തിൽ പറയുന്നു. കാടിൻ്റെ ശബ്ദം, കാറ്റിൻ്റെ വീശൽ, പക്ഷികളും മറ്റു ജീവജാലങ്ങളുടെയും നിലവിളിക്കുന്ന ശബ്ദങ്ങൾ എന്നിവ സിനിമയിൽ നമുക്ക് നേരിട്ട് അനുഭവപ്പെടുന്നു. ഈ ശബ്ദങ്ങൾ കഥാപാത്രങ്ങളുടെ മനസ്സിലെ വിചാരങ്ങൾക്കും വികാരങ്ങൾക്കും പശ്ചാത്തലമാകുന്നു. രണ്ടാമത്തെ ചോദ്യം, ഈ ലോകത്തിൽ അവനെ തിരിച്ചറിഞ്ഞ ഒരാളേയുള്ളൂ, അത് അവൻ്റെ അച്ഛനാണ്. അച്ഛനും മകനുമായുള്ള ആത്മബന്ധം ആവിഷ്കരിച്ചതിൻ്റെ സവിശേഷതകൾ കണ്ടെത്തി സിനിമയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക. മനുഷ്യജീവിതത്തിലെ ഏറ്റവും ആഴത്തിൽ സ്പർശിക്കുന്ന ബന്ധങ്ങളിൽ ഒന്നാണ് അച്ഛനും മകനുമിടയിലെ ആത്മബന്ധം. ഈ ബന്ധം പലപ്പോഴും വാക്കുകളിലോ പ്രവൃത്തിയിലോ വ്യക്തമാകാറില്ല. പക്ഷേ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും ഉണ്ടാകുന്ന സ്പന്ദനങ്ങളിലൂടെയാണ് അതിൻ്റെ വലിപ്പം വെളിപ്പെടുന്നത്.
തുർക്കിഷ് സിനിമയായ തേൻ ഈ ആത്മബന്ധത്തെ വളരെ നിഗൂഢവും സുന്ദരവുമായ രീതിയിൽ അവതരിപ്പിക്കുന്നു. സിനിമയുടെ ആരംഭത്തിൽ തന്നെ മകന്റെ ഭയം, നിസ്സഹായത, ആശങ്ക എന്നിവ അച്ഛനായ യാക്കൂബ് തിരിച്ചറിയുന്നു. സ്വപ്നങ്ങൾ ഉറക്കെ പറയരുത്, അങ്ങനെ ചെയ്താൽ അവ അകലെയായി പോകും എന്നൊരു ഉപദേശമാണ് യാക്കൂബ് തൻ്റെ മകൻ യൂസഫിനോട് പറയുന്നത്. ഇതിൽ അവരിലുണ്ടായിരുന്ന ആഴമേറിയ മനസ്സിൻ്റെ ബന്ധം പ്രതിഫലിക്കുന്നു. യൂസഫ് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ബാലനാണ്. പക്ഷേ അച്ഛനോടൊപ്പം അവൻ വളരെ പതുക്കെ മാന്ത്രികത നിറഞ്ഞ രീതിയിൽ സംസാരിക്കുന്നു. ഇങ്ങനെ പരസ്പരം മനസ്സിലാക്കലിലൂടെയാണ് അവരുടെ ബന്ധം ശക്തമായത്. അമ്മയോടോ മറ്റുള്ളവരോടോ ഇത്രയധികം തുറന്നു സംസാരിക്കാൻ യൂസഫിന് കഴിയില്ല. ഈ ലോകത്തിൽ അവനെ ശരിക്കും തിരിച്ചറിഞ്ഞ ഒരേയൊരു വ്യക്തിയാണ് അവൻ്റെ അച്ഛൻ. യൂസഫിന് കൂട്ടുകാരില്ല. പലപ്പോഴും അച്ഛൻ വളർത്തിയിരുന്ന പരുന്താണ് അവൻ്റെ കൂട്ടുകാരൻ. അച്ഛനും മകനും തമ്മിൽ അസാധാരണമായ അടുപ്പമുണ്ടായിരുന്നു. നേർത്ത സംഭാഷണങ്ങളിലൂടെയും കാടിലേക്കുള്ള യാത്രകളിലൂടെയും അവരുടെ ബന്ധം കൂടുതൽ ആഴമേറിയതാകുന്നു. മലഞ്ചെരുവുകളിലെ പൂക്കളെയും മരങ്ങളെയും കാടിൻ്റെ രഹസ്യങ്ങളെയും യൂസഫിന് പരിചയപ്പെടുത്തുന്നത് അച്ഛനാണ്. വലിയ മരത്തിലേക്ക് കയറിപ്പോയി തേൻ എടുക്കേണ്ടി വരുന്ന യാക്കൂബിനായി സഹായം നൽകുന്നത് 6 വയസ്സുകാരനായ യൂസഫാണ്. പുകക്കൂടും തൊട്ടിയും കയറിൽ കെട്ടി മുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതുവരെ. ഒരിക്കൽ അച്ഛന് അപസ്മാരം വന്ന് മരത്തിൽ നിന്ന് വീഴുമ്പോൾ രക്ഷിക്കാനുണ്ടായിരുന്നത് ഈ കൊച്ചുകുട്ടിയാണ്. ഭക്ഷണം കഴിക്കാൻ മടിയുള്ള യൂസഫിനെ പലപ്പോഴും അമ്മ കാണാതെ തണൽ പകരാനായി അച്ഛൻ പാൽ കുടിപ്പിക്കാറുണ്ട്. മകന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ യാക്കൂബ് തയ്യാറാക്കിയ പായ്വഞ്ചി കളിപ്പാട്ടം ഈ ബന്ധത്തിൻ്റെ ആഴം കാണിക്കുന്നു. അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം വെറുമൊരു രക്തബന്ധമല്ല. അതല്ലാതെ മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും സമാനതയിലൂടെയും അനുരാഗത്തിലൂടെയും നെയ്തിരിക്കുന്ന ഒരു പിതൃസ്നേഹമാണ് ഈ ബന്ധം. തേൻ എന്ന സിനിമയിൽ കരുണയുടെ കലയായി ഉയർന്ന് പ്രത്യക്ഷപ്പെടുന്ന വാക്കുകളിൽ കൂടിയല്ല, നിശബ്ദതയിലൂടെയാണ് അതിൻ്റെ ശക്തി വെളിപ്പെടുന്നത്. തേൻ എന്ന സിനിമ നിർവഹിക്കുന്ന സാമൂഹിക ധർമ്മങ്ങൾ എന്തെല്ലാമാണ്? താഴെ കൊടുത്തിരിക്കുന്നവക്കൊപ്പം കൂടുതൽ ആശയങ്ങൾ ഉൾപ്പെടുത്തി സ്വാഭിപ്രായം വിശദമാക്കുക. വ്യക്തിബന്ധങ്ങളുടെ ഇഴയടുപ്പം, പ്രകൃതിയും മനുഷ്യനും ഒത്തിണങ്ങിയ ജീവിതം. സെമീഹ് കപ്ലനേക്കു സംവിധാനം ചെയ്ത ടർക്കിഷ് ചിത്രമായ തേൻ. ഒരു കുഞ്ഞു ബാലനാണ് കേന്ദ്ര കഥാപാത്രം യൂസഫ്. ഈ ചലച്ചിത്രം വളരെ മനോഹരമായി മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള സഹവാസവും ബന്ധങ്ങളുടെയും സാന്ദ്രതയും ആഴത്തിൽ ചിത്രീകരിക്കുന്നു. വ്യത്യസ്തമായ സാമൂഹിക ധർമ്മങ്ങൾ ഈ സിനിമയിലൂടെ ഉത്സാഹപൂർവ്വം നമുക്ക് മുന്നിൽ വരുന്നു. വ്യക്തിബന്ധങ്ങളുടെ ഇഴയടുപ്പം. ചിത്രത്തിൽ യൂസഫിൻ്റെയും അവൻ്റെ അച്ഛൻ്റെയും ഇടയിലെ ആത്മബന്ധം അതിശയകരമാണ്. അച്ഛൻ ചെറിയ തേനീച്ചകളെ വളർത്തുന്ന ഒരാളാണ്. മകൻ അച്ഛനോടുള്ള അനുരാഗം വാക്കുകൾക്കപ്പുറത്തുള്ളതാണെന്ന് പല കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കുന്നു. യൂസഫ് പിതാവിൻ്റെ അഭാവത്തിൽ പൊളിഞ്ഞു പോകുന്ന ഈ ബന്ധം കുടുംബത്തിനുള്ളിലെ ഇണക്കെട്ടിനെയും മാതാപിതാക്കളുടെയും കുട്ടികളുടെയും സൗഹൃദപരമായ മാനസിക അടുപ്പത്തെയും ഉയർത്തിപ്പിടിക്കുന്നു. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒത്തിണങ്ങി ജീവിക്കുന്നതിൻ്റെ മാതൃക. തേനീച്ചകളെ വളർത്തുകയും വനപ്രദേശങ്ങളിൽ പൂർണ്ണമായി പ്രകൃതിയുമായി പൊരുത്തപ്പെടുന്ന ജീവിതമാണ് ചിത്രത്തിൽ കാണുന്നത്. പാരമ്പര്യവും പ്രകൃതി സ്നേഹവും നിറഞ്ഞുള്ള ഈ ജീവിത രീതി ഇന്നത്തെ വ്യാവസായിക കാലഘട്ടത്തിന് ഒരു പ്രതിബിംബമാണ്. പ്രകൃതിയെ നശിപ്പിക്കാതെ അതിൻ്റെ ഭാഗമായി ജീവിക്കാവുന്നതിൻ്റെ ഉപദേശം ഈ ചിത്രം നൽകുന്നു. നിശബ്ദതയുടെ ശക്തി. ചിത്രത്തിൽ ഡയലോഗുകൾ വളരെ കുറവാണ്. നിശബ്ദത മുഖേന കഥാപാത്രങ്ങളുടെ ഉള്ളിലെ ആവിഷ്കാരങ്ങൾ ആഴത്തിൽ അവതരിപ്പിക്കുന്നു. ഇന്നത്തെ ഉച്ചത്തിലുമുണ്ട്, വാർത്തകളിലുമുണ്ട് ലോകത്തിൽ. ബാലൻ്റെ നിശബ്ദത ആലോചനയ്ക്ക് വഴിവെക്കുന്നു. ഇച്ഛകളും സ്വപ്നങ്ങളും പറയാനാകാതെ ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആകുലതകൾ. ഗ്രാമീണ ജീവിതത്തിൻ്റെ മാന്യതയും സങ്കടവും.
യൂസഫ് വളരുന്ന ഗ്രാമീണ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസവും ജീവിതവുമെല്ലാം കഠിനമായ സാഹചര്യങ്ങളിലൂടെയാണ് നടക്കുന്നത്. അവിടെ സഹപാഠികളില്ല, ഒരാൾക്കൊപ്പം നടക്കാനും ഇണയില്ല. അതുമുതൽ ഗ്രാമത്തിലെ ദുരിതവും മനുഷ്യ സമ്പർക്കങ്ങളുടെ ക്ഷീണതയും ചിത്രത്തിൽ പ്രതിഫലിക്കുന്നു. ഒരേ സമയം പ്രകൃതിയുടെ സാന്ത്വനവും അവിടെ കാണാനാകും. ബാലമനസ്സിൻ്റെ അസാധാരണ ഭാവങ്ങൾ, ബാല്യത്തിൻ്റെ ഭയങ്ങൾ, അവബോധം, സ്വപ്നങ്ങൾ എല്ലാം സൂക്ഷ്മമായി ചിത്രീകരിക്കുന്നു. കുട്ടികൾ അവരുടെ സ്വപ്നങ്ങളും ദുഃഖങ്ങളും എങ്ങനെ ഭംഗിയായി ഉള്ളിൽ സൂക്ഷിക്കുന്നുവെന്ന് ഈ ചിത്രം കാണിക്കുന്നു. ഒരു വലിയ സാമൂഹിക സന്ദേശമാണിത്. ബാൽ എന്ന ചിത്രം ദൃശ്യപ്രതിഭയോടും ഉൾക്കാഴ്ചയോടും കൂടിയ രീതിയിൽ സാമൂഹിക പരിസ്ഥിതി മാനസിക വിഷയങ്ങളെ അവതരിപ്പിക്കുന്നു. അതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് വ്യക്തിബന്ധങ്ങളുടെ മൂല്യവും പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ജീവിതത്തിൻ്റെ പ്രാധാന്യവുമാണ്. അടുത്ത ചോദ്യം. സ്കൂളിൽ അവന് കൂട്ടുകാരില്ല, പോകുന്നതും വരുന്നതും തനിച്ചാണ്. ഒഴിവു സമയങ്ങളിൽ മറ്റു കുട്ടികൾ മുറ്റത്ത് ഓടിക്കളിക്കുമ്പോൾ യൂസഫ് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് വിദൂരതയിലെ നീലമലകളിലേക്കും നോക്കി ജാലകത്തിനടിയിൽ ഇരിക്കും. ഇതുപോലെ ഒരു സഹപാഠി നിങ്ങൾക്കുമുണ്ടെങ്കിൽ അയാളെ ഒപ്പം കൂട്ടുന്നതിന് എന്തെല്ലാം കാര്യങ്ങളാവും ചെയ്യുക? കുറിപ്പ് തയ്യാറാക്കുക. ഒന്നാമതായി, സൗഹൃദം ആരംഭിക്കണം. ആദ്യം ആ കുട്ടിയുമായി മൃദുഭാവത്തോടെ സംസാരിക്കാം. ഹായ്, എന്താ നിന്റെ പേര് പോലുള്ള ലളിതമായ വാക്കുകൾ സൗഹൃദത്തിനൊരു വാതിലാകും. അവൻ്റെ താല്പര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒന്നിച്ചിരിക്കുക. ക്ലാസ്സിൽ കൂട്ടുകാരൻ്റെ അടുത്തു പോയി ഇരിക്കാം. അവനെയും കളിയിൽ ഉൾപ്പെടുത്താം. നമുക്ക് ഒരുമിച്ച് കൂടെ കളിക്കാം എന്ന ക്ഷണം അവൻ്റെ ആത്മവിശ്വാസം ഉണർത്തും. പഠന സഹായം. അവന് എന്തെങ്കിലും വിഷയങ്ങളിൽ സഹായം ആവശ്യമുണ്ടോ എന്ന് മനസ്സിലാക്കാം. ചേർന്ന് പഠിക്കുന്നതിലൂടെ ആശയങ്ങൾ പങ്കുവെക്കാനും ആശ്വാസം ലഭിക്കാനും കഴിയും. അധ്യാപകരോട് സഹകരിക്കുക. ഉപദേശകരെ ആശ്രയിച്ച് അവൻ്റെ മനസ്സിനെ ഏറ്റവും നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ കഴിയുന്ന വഴികൾ തേടാം. ഇലച്ചാർത്തുകളിൽ കാറ്റിളക്കങ്ങളുടെ മർമ്മരവും കാട്ടുപക്ഷികളുടെ വിളികളും മാത്രമേ പശ്ചാത്തലത്തിലുള്ളൂ. കാറ്റിൻ്റെ ഇളക്കം കാറ്റിളക്കം എന്നും കാട്ടിലെ പക്ഷികൾ കാട്ടുപക്ഷികൾ എന്നും സമാസിച്ച് എഴുതിയപ്പോഴുണ്ടായ മേന്മകൾ എന്തെല്ലാം. ഇത്തരത്തിലുള്ള കൂടുതൽ പദങ്ങൾ കണ്ടെത്തുക. കാറ്റിൻ്റെ ഇളക്കം കാറ്റിളക്കം, കാട്ടിലെ പക്ഷികൾ കാട്ടുപക്ഷികൾ, ചലച്ചിത്രങ്ങളുടെ ഉത്സവം ചലച്ചിത്രോത്സവം, മരത്തിൻ്റെ കൊമ്പ് മരക്കൊമ്പ്, ഹൃദയത്തിൻ്റെ ഇടിപ്പ് ഹൃദയമിടിപ്പ്, മരത്തിൻ്റെ ചില്ല മരച്ചില്ല, മരം കൊണ്ടുള്ള പലക മരപ്പലക, തടിയുടെ കഷ്ണം തടിക്കഷ്ണം. ഇതൊക്കെ ഉദാഹരണങ്ങളാണ്. രണ്ടോ അതിലധികം പദങ്ങളെ ചേർത്ത് ഒരു പുതിയ പദമായി രൂപപ്പെടുന്ന രീതിയാണ് സമാസം. രണ്ടോ അതിലധികമോ പദങ്ങൾ ചേർന്ന് ഒരു പുതിയ പദമായി രൂപപ്പെടുന്ന രീതിയെയാണ് സമാസം എന്ന് പറയുന്നത്. വിഭക്തി കുറി കൂടാതെയുള്ള പദങ്ങൾ ചേരുമ്പോഴാണ് സമാസങ്ങൾ ഉണ്ടാകുന്നത്. സമാസങ്ങളിൽ വാക്യങ്ങൾ ലളിതമാകുന്നു, ഭാഷ ശുദ്ധിയാർജിക്കുന്നു, ഭാഷയുടെ സൗന്ദര്യം വർദ്ധിക്കുന്നു. വാക്യങ്ങൾ ലളിതമാകുന്നു, ഭാഷ ശുദ്ധിയാർജിക്കുന്നു, ഭാഷയുടെ സൗന്ദര്യം വർദ്ധിക്കുന്നു. അടുത്ത ചോദ്യം. സ്കൂളിലെ ചലച്ചിത്രോത്സവത്തിൽ പ്രദർശിപ്പിക്കുന്ന സിനിമകളെ പരിചയപ്പെടുത്താനായി ഒരു സിനോപ്സിസ് തയ്യാറാക്കുക എന്നതാണ്. കുറച്ച് ചിത്രങ്ങളുടെ പേരുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്, അതെല്ലാവരും നോക്കുക. മികച്ച നിരവധി ചിത്രങ്ങൾ നമുക്കിന്ന് കാണാനായിട്ട് കിട്ടും. പ്രധാനപ്പെട്ട ചില ചിത്രങ്ങളാണ് ചിൽഡ്രൻസ് ഓഫ് ഹെവൻ, ബൈസൈക്കിൾ തീവ്സ് എന്നിവ. അതുപോലെ തന്നെ മലയാളത്തിൽ ജയരാജ് ചെയ്തിട്ടുള്ള ഒറ്റാൽ പോലുള്ള ചിത്രങ്ങൾ കുട്ടികൾക്ക് കാണാൻ പറ്റിയ മികച്ച ചിത്രങ്ങളിൽ ഒന്ന് തന്നെയാണ്. പ്രകൃതിയുടെയും മനുഷ്യൻ്റെയും കഥ പറയുന്ന നിരവധി സിനിമകൾ നമുക്കുണ്ട്. അവയെല്ലാം കണ്ടെത്തി കാണാൻ കുട്ടികൾ ശ്രമിക്കുമല്ലോ. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പരീക്ഷാക്കാലം വരികയാണ്. എല്ലാവരും നല്ല രീതിയിൽ പാഠഭാഗങ്ങൾ പഠിക്കുക. എല്ലാവർക്കും നല്ല വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു പ്രാർത്ഥനകളോടെ.